ഇംഗ്ലണ്ട് DR കോങ്കോ മത്സരമാണ് ഒന്ന്. അപ്പോൾ ഇതിൽ ഈ കോങ്കോ നമുക്കറിയാലോ നമ്മുടെ പോർച്ചുഗലിനെ വരച്ച വരയിൽ നിർത്തിയതാണ്. അതുപോലെ ഇംഗ്ലണ്ടിനെ വരക്കുമോ? വരച്ച വരയിൽ നിർത്തുന്നുള്ളതല്ല, ഗോള് വഴങ്ങുന്നതിന് വളരെ പിശുക്കാണ്. ഗോള് വഴങ്ങിയിട്ടില്ല. പോർച്ചുഗലിന് കളിച്ചപ്പോൾ 1-1. പിന്നെ ഒരു കളിയിൽ തോറ്റത് നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാരാ? ഞാൻ നോക്കാം. ഞാൻ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്തായാലും ആ കളി തോറ്റിട്ടുള്ള ഒരു ഗോളിനാണ് തോറ്റിട്ടുള്ളത്. അതെ, അതായത് അവരുടെ മാച്ച് വന്നെങ്ങനെയാണ്: പോർച്ചുഗൽ വേഴ്സസ് DR കോങ്കോ 1-1, കൊളംബിയ വേഴ്സസ് DR കോങ്കോ 1-0, കൊളംബിയായിട്ട് ഒരു ഗോളിനാണ്, ഉസ്ബെക്കിനെതിരെ 3-1. അപ്പോൾ ആകെ 3 കളി 3 ഗോളാണ് അവർ ആകെ 3 ഗോള് ആണ് അവരാകെ വഴങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഉസ്ബെക്കിനെ 3-1 തോൽപ്പിക്കുകയും ചെയ്തു. ഉസ്ബെക്കിനെ 3-1 തോൽപ്പിച്ചു. അപ്പോൾ വലിയൊരു മാർജിനില്. അപ്പോൾ നമ്മളത് പോർച്ചുഗലിനുള്ള കളി തന്നെ വ്യക്തമായതാണ്. അവർ ഫിസിക്കലി വളരെ എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ബാക്ക് ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു പോർച്ചുഗലിനായിട്ടൊക്കെ സ്വീകരിച്ചുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഇംഗ്ലണ്ടിനായിട്ട്. ഒന്നുകൂടി ഡിഫൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഇതിൽ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് മാത്രം ഗോൾ അടിക്കുന്ന രീതിയിൽ തന്നെ ആവും കോങ്കോ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ പറയുക, ഇപ്പോൾ ഘാന ഇതേപോലെ തന്നെ ഒരു പണി കൊടുത്താണ് ഗോൾ റേറ്റ് സമനിലയിൽ. അപ്പോൾ അന്ന് ഏകദേശം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഇംഗ്ലണ്ട് അന്ന് ഏകദേശം 10-20 ഏകദേശം 30 അടുത്ത് ഷോട്ടുകളൊക്കെ പായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അവർക്ക് ഒരു സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്ര ഫ്രസ്ട്രേറ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ്. 78% മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ഗോൾ പൊസിഷനിലെ കാര്യത്തിലുണ്ടായിരുന്നു. 78%. അപ്പോൾ അതിൽ എന്താ പറയുക, ഒരു ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇംഗ്ലണ്ട് ഇപ്പോൾ ഇതുവരെ കളിച്ചത് പൊസഷൻ ഗെയിമിലും അതേപോലെ തന്നെ ഇതിലൊക്കെ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ആദ്യത്തെ കളി ക്രൊയേഷ്യനായിട്ടുള്ള കളിയാണ് ഒന്നുകൂടി നല്ല രീതിയിൽ ഗോൾ അടിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പനാമയായിട്ടുള്ള കളി കളിച്ചതേപോലെ തന്നെ നന്നായിട്ട് കളിച്ചു. പക്ഷെ അതൊരു ആധികാരികമായിട്ട് ഒന്നുകൂടി സ്കോർ ലൈൻ ഒന്നുകൂടി കൂടായിരുന്നുള്ളതുണ്ടായിരുന്നു. പനാമയായിട്ട് കളിച്ചത് 2-0 അടിക്കായിരുന്നുള്ളത്. അപ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് എന്തായാലും സ്റ്റിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഹാരി കെയ്ന് കഴിഞ്ഞ കളി ഗോൾ അടിച്ചു. ബെല്ലിംഗാം ഗോളും അസിസ്റ്റ് കളിച്ചു. ബെല്ലിംഗാമും ഹാരി കെയ്നും തന്നെയാണ് അപ്പോൾ അതിൽ ഗോൾ അടിക്കാൻ പ്രധാനമായിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടി ഇപ്പോൾ നിലവിൽ ഗോൾ അടിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ കളിയിൽ സാക്ക, അതുപോലെ റോജേഴ്സ്, റാഷ്ഫോർഡ് ഒക്കെ ഉണ്ടായിരുന്നു. സാക്കയുടെ വക ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ എലിയറ്റ് ആൻഡേഴ്സൺ. അങ്ങനെ മികച്ച ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. പക്ഷേ കോങ്കോ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കളിയുടെ ഒരു റിസൾട്ട് സാറ് പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വിചാരിക്കുന്നത്? ഇംഗ്ലണ്ട് ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മത്സരത്തിൽ ഹൈ സ്കോറിംഗ് മാച്ച് ആവും. ഹൈ സ്കോറിംഗ് ആവണമെന്നില്ല. കാരണം DR കോങ്കോ ഒന്നുകൂടി ചെറുത്ത് നിൽപ്പ്, നല്ല കൂടുതൽ ഗോൾ വഴങ്ങുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല. ഗ്രൂപ്പ് കഴിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ 3 ഗോളുകൾ വഴങ്ങിയത് അല്ലേ, കൂടുതൽ വഴങ്ങുമെന്ന് തോന്നണില്ല. എന്തായാലും സ്കോർ ലൈന് നമുക്കൊരു 3-1 പ്രതീക്ഷിക്കാം. 3-1 പ്രതീക്ഷിക്കാം. ഓക്കെ.